ആശാ വർക്കർമാരുടെ സമരം സഭയിൽ വലിയ കോലാഹലമാണ് സൃഷ്ടിച്ചത്. മഴയും വെയിലും ഏറ്റിട്ടും വാടിത്തളരാതെ തെരുവിൽ നീതിക്ക് വേണ്ടി ആശാ വർക്കർമാർ നിലകൊള്ളുമ്പോൾ സഭയ്ക്കുള്ളിൽ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ് UDF. രാഹുൽ മാങ്കൂട്ടം സഭയ്ക്കുള്ളിൽ തുടങ്ങിവെച്ച പോരാട്ടം പ്രതിപക്ഷ നേതാവ് VD സതീശനും ഏറ്റെടുക്കുകയായിരുന്നു. സതീശൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തടയിടാൻ ഭരണകക്ഷിയിലെ MLA മാർ പാഞ്ഞെടുത്തു. സ്പീക്കർ AN ഷംസീർ ഭരണകക്ഷി MLA മാരെ ശാസിച്ചാണ് ഇരിപ്പിടത്തിലേക്ക് മടക്കി അയച്ചത്. വിരട്ടൽ വേണ്ട എന്ന് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ എന്നും സതീശൻ തിരിച്ചടിച്ചു. പറഞ്ഞിട്ട് വേഗം സ്ഥലം വിട്ടു എന്ന നിലപാടായിരുന്നു ഷംസീർ സ്വീകരിച്ചത്. സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വീഡിയോ ദൃശ്യങ്ങൾ കാണാം. അത് കൊടുത്തത് UDF സർക്കാരാണ്. അത് കൊടുത്തത് മുഴുവൻ തുക 1 രൂപ 2007 മുതൽ 2011 വരെയുള്ള കാലയളവിൽ അവർക്ക് കൊടുത്തിട്ടില്ല. UDF ഗവൺമെന്റ് ആണ് ആദ്യമായി ഓണറേറിയം നൽകി തുടങ്ങിയത്. വെറുതെ ബഹളം ഉണ്ടാക്കില്ലേ, പറയുന്ന കേക്ക് കണക്കല്ലേ പറയുന്നത്. ഈ നിയമസഭയിൽ നൽകിയ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ വാക്കൌട്ട് സ്പീച്ച് നടത്തുമ്പോൾ എത്ര തടസ്സപ്പെടുത്തിയാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പോയിക്കോ. അല്ലല്ല, അങ്ങനെ ബഹളം ഉണ്ടാക്കി പറയാൻ പറ്റും? അങ്ങേക്ക് പറയാൻ പറ്റില്ലല്ലോ. സംസാരിക്കുന്നുണ്ടാണ്. എനിക്ക് അങ്ങോട്ട് നോക്കാൻ പാടില്ലെന്ന് എവിടെ എഴുതി വെച്ചേക്കുന്നത്? അങ്ങനെയൊന്നും അതിന് ഇല്ലാത്ത റൂളൊന്നും ഉണ്ടാക്കണ്ട. റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ അങ്ങനെയൊന്നുമില്ല സാർ. ഇവിടെ ഒന്നാമത്തെ കാര്യം സാർ. രണ്ടാമത്തെ കാര്യം എന്താണ് സാർ? ഇവിടെ പറഞ്ഞു, മന്ത്രി പറഞ്ഞ കണക്കാണ് സാർ. പല പാർലമെന്റ് അംഗങ്ങളും വല്ല പണിയും ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു സാർ. ഇവിടെ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ലോകസഭയിൽ ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം കൊടുത്തത്. അതാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പറഞ്ഞത്. അതിൽ പറഞ്ഞു, വളരെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റ് ആണ് ആ ചോദ്യങ്ങൾ മുഴുവൻ. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് 2024-25 സാർ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഇയർമാർക്ക് ചെയ്തുള്ള പൈസ അല്ല കൊടുക്കുന്നത്, NHMന്റെ ഫണ്ടിലാണ് കൊടുക്കുന്നത്. മന്ത്രി വളരെ ബുദ്ധിപൂർവ്വം 60-40 എന്ന് പറഞ്ഞത് കറക്റ്റാണത്. 60-40 NHMന്റെ ഫണ്ടാണ് കൊടുക്കുന്നത് സാർ. NHMന്റെ കൊടുക്കാനുള്ള ഫണ്ട് 913 കോടി കൊടുക്കേണ്ട സ്ഥലത്ത് 815 കോടി രൂപ കൊടുത്തു. ഏത് ഈ ജനുവരി 25 ആയപ്പോൾ കൊടുത്തു കഴിഞ്ഞു ഈ ഫിനാൻഷ്യൽ ഇയറിലെ പൈസ. ഇനി ഉണ്ട് 1.5 മാസം, 2 മാസം കൂടി ഉണ്ട്. അപ്പൊ ബാക്കി 100 കോടി രൂപ കൊടുക്കാനുള്ളൂ. ആ 97 കോടി രൂപ എന്ന് പറയുന്നത് മൊത്തം NHMന്റെ ആണ്, അല്ലാതെ ഇൻസെന്റീവ് അല്ല. പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. ഇൻസെന്റീവ് അല്ല, ഈ ഇൻസെന്റീവിന്റെ തുകയല്ല, മൊത്തം NHMന് കൊടുക്കാനുള്ള തുകയുടെ അല്ലെങ്കിൽ 900 കോടി രൂപ NHMന് കൊടുക്കണോ? അല്ല, ഈ ആശാ വർക്കർമാർക്ക് കൊടുക്കണോ? മൊത്തം NHMനുള്ള തുകയിൽ 97 കോടിയാണ് കൊടുക്കാനുള്ളത്. അതിന്റെ നിങ്ങൾ കഴിഞ്ഞ 9 വർഷക്കാലം NHMന്റെ ഈ ഷെയർ 40% നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഷെയർ ഒന്ന് ടേബിൾ ചെയ്യാമോ? നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന ഷെയർ ഇതൊക്കെ പറയുമ്പോ അതിന്റെ കണക്കൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളിവിടെ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് സാർ. പിന്നെ പറഞ്ഞു ശ്രീ ഡീൻ കുര്യാക്കോസ്, അല്ല ശ്രീ G കുമാർ നായിക്, അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിനാണ്, പാർലമെന്റിൽ കിട്ടിയിരിക്കുന്ന മറുപടിയാണ് സിക്കിം ഗവൺമെന്റ് 6000 രൂപയിൽ നിന്ന് 10000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. മനസ്സിലായോ? പാർലമെന്റിൽ കിട്ടിയ മറുപടിയാണ് സാർ. അതിൽ തന്നെ ആന്ധ്രാപ്രദേശ് 7000 രൂപ ഓണറേറിയം കൊടുക്കുന്നുണ്ട് എന്ന് അതിന്റെ അകത്ത് പാർലമെന്റിൽ കിട്ടിയ മറുപടിയിൽ അതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് സാർ. കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടതെങ്കിൽ സാർ, ഇത് നിങ്ങളുടെ പ്രസിദ്ധീകരണ പീപ്പിൾസ് ഡെമോക്രസിയിൽ ആശാ വർക്കേഴ്സ് CITUവിന്റെ നേതൃത്വത്തിൽ ഹരിയാനയിൽ നടത്തിയ സമരത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഹരിയാന ഗവൺമെന്റ് ഇൻസെന്റീവ് ഇത് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. കാരണം എന്താ? ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. സ്റ്റേറ്റ് സബ്ജക്റ്റിൽ സ്റ്റേറ്റ് ആണ് ഇത് ചെയ്യേണ്ടത്. അവർ നടത്തിയ സമരത്തിലെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന, ഹരിയാനയിൽ നടത്തിയിരിക്കുന്ന CITU നടത്തിയിരിക്കുന്ന സമരമാണ് സാർ. ഇനി വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കർണാടകയിൽ ആശാ വർക്കർമാർ സമരം നടത്തി സാർ. അവർ സമരം നടത്തിയത് ഒരു മൈതാന